ഹായ് കൂട്ടുകാരെ, KL വേൾഡ് പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ലിഫ്റ്റ് വീല് പൊട്ടിയിരിക്കുകയാണ്. ലിഫ്റ്റ് വീല് മാറാൻ വേണ്ടി നമ്മളൊരു അടുത്ത് തന്നെയുള്ള ഒരു പഞ്ചർ കടയിൽ കയറിയിട്ടുണ്ട്. ഇവിടെ ആകുമ്പോൾ മെഷീൻ വെച്ച് അവർ അടിച്ച് പെട്ടെന്ന് ലൂസ് ചെയ്ത് നമുക്ക് ലിഫ്റ്റ് വീല് മാറാൻ പറ്റും. അപ്പോൾ നമ്മുടെ കയ്യിൽ വീൽ സ്പാനറും ഇല്ലായിരുന്നു, നമ്മുടെ വണ്ടിയിൽ എടുത്ത് വെച്ചില്ലായിരുന്നു. ജാക്കിയൊക്കെ ഇരിപ്പുണ്ട്, പിന്നെ ലിഫ്റ്റ് വീലായതുകൊണ്ട് ജാക്കിയുടെ ആവശ്യമില്ല. എങ്കിലും ഇവരാകുമ്പം പെട്ടെന്ന് മെഷീൻ വെച്ച് അടിച്ച് ലൂസ് ചെയ്ത് തരുമല്ലോ എന്ന് വിചാരിച്ച് നമ്മളിവിടോട്ട് ഒതുക്കിയതാണ് കേസ്. അങ്ങനെ ചെറുക്കൻ മെഷീൻ വെച്ച് അടിച്ച് അടിപൊളിയായിട്ട് ഇതിലെല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. ശരത്തളിയനും ഉണ്ടായിരുന്നു. ശരത്തളിയൻ വണ്ടി ഒതുക്കിയിട്ട് ഇറങ്ങി വന്ന് സ്റ്റെപ്പിന് ഊരി തരുവാണ്. ശരത്തളിയന് ഇതൊന്നും വിഷയമല്ല, ശരത്തളിയൻ ഒറ്റയ്ക്ക് ടയർ മാറ്റുന്ന ആളാണ്. അതുകൊണ്ട് ശരത്തളിയന് ഇതൊന്നൊരു പ്രശ്നമുള്ള കാര്യമല്ല. അങ്ങനെ അത് ഊരിക്കൊണ്ടിരിക്കുകയാണ് കേസ്. അത് ഊരിയെടുത്തു കഴിഞ്ഞാൽ നമ്മളെ ലിഫ്റ്റ് വീലിലിട്ടിട്ട് നമ്മുടെ ലിഫ്റ്റ് വീലിൽ പൊട്ടി കിടക്കുന്ന ടയർ ഇത് തിരിച്ചു കൊണ്ടിട്ടിട്ട് നമ്മൾ പോകുന്നതായിരിക്കും. അവിടെ ഒരു ചെറിയ ഹോളുണ്ട് കേസ്. ആ ഹോളിൽ ഈ ലിവറിട്ട് പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ഈ ടയർ താഴേക്ക് ഷിഫ്റ്റ് ആകുന്നതായിരിക്കും. എന്നിട്ട് നമ്മളത് ലോക്ക് മാറ്റി കറക്റ്റ് ലൂസാക്കിയിട്ട് ആ ലോക്ക് അതിൽ നിന്ന് എടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞ് നമ്മൾ ടയർ വെളിയിലെടുക്കാം. ടയർ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, നല്ല വെയിറ്റുള്ള സാധനമാണ്. ഞങ്ങളത് രണ്ടുപേര് പിടിച്ച് വലിച്ചാണ് വെളിയിലോട്ട് എടുക്കുന്നത്. നമ്മുടെ കൂടെ സതീഷ് അളിയനുണ്ട്. സതീഷ് അളിയൻ ലീവ് പോവുക. സതീഷ് അളിയൻ്റെ വണ്ടി അച്ഛനും എടുത്തിട്ട് സതീഷ് അളിയൻ ലീവ് പോവുകയാണ്. അച്ഛൻ്റെ വണ്ടി പണിയാണ്ട് അവൻ പണിക്ക് കയറ്റിയ വണ്ടി. അങ്ങനെ സതീഷ് അളിയൻ നമ്മുടെ കൂടെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. സതീഷ് അളിയനെയൊക്കെ പോകുന്ന വഴിക്ക് കഴുതിരുട്ടി ഇറക്കണം. ചെറുക്കൻ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്, സതീഷ് അളിയനാണ് മൊത്തം പണിയും ചെയ്യുന്നത്. കഷ്ടം. ഞാൻ വീഡിയോയുടെ പേരിൽ ഞാനിങ്ങനെ കള്ളപ്പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേസ്. കുഴപ്പമില്ല, നമ്മളെ ചെറുക്കന്മാരാ. നമുക്കൊരു ഡ്രൈവർമാർക്ക് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഡ്രൈവർമാരല്ലേ കാണൂ കേസ്. അതാണ് ഈ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരത്തളിയൻ ആ വീല് അമ്മമാർ നട്ടൂരി തന്നത് ലിഫ്റ്റ് വീലിൽ നിന്ന് ഊരി എടുക്കാനുള്ള സെറ്റപ്പ് നോക്കിയാണ്. എനിക്കത് അറിയത്തില്ല. ശരത്തളിയൻ കറക്റ്റ് ആ ലിവർ വെച്ച് കറക്റ്റ് അത് വെളിയിലെടുത്തിട്ട് ഇനി ഒരു വലിയ ലിവർ എടുക്കാൻ പോയി. അതിന് മുമ്പേ നമ്മളെ സൈഷളിയെ നോക്കിയതാണ് അത് എടുക്കാൻ പറ്റുമെന്ന്, പക്ഷെ നടക്കുന്നില്ല കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ശരത്തളിയൻ ലിവർ എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞു. ശരത്തളിയൻ അതിനകത്ത് ആ ഹോളിനകത്തോട്ട് ലിവർ അങ്ങോട്ട് കയറ്റി കൈ വെച്ച് പിടിച്ചിറക്കി കഴിച്ചു. അത്രയുള്ള കാര്യം. അതിൻ്റെ ഒരു നാക്കുണ്ട്. ആ നാക്ക് രീതിയിൽ ടയർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വലിയ ബലം കൊടുക്കാതെ ആരോഗ്യം കളയാതെ എടുക്കാമെന്നേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ പതുക്കെ ഉരുട്ടി എന്തായാലും അവിടെ കൊണ്ടുവന്ന് എത്തിച്ച്. ഇനി അതാ ഈ പൊട്ടിയ ടയർ സ്റ്റെപ്പിനിയുടെ അവിടെ ഇട്ടിട്ട് നമ്മുടെ സ്റ്റെപ്പിനിൽ നിന്ന് ഊരിയ ടയർ നമ്മളെ ലിഫ്റ്റ് ബില്ലിട്ട് ഇവിടുന്ന് എങ്ങനെയും ബില്ലും മേടിച്ച് പോകണം കാശ്. നമ്മളെ കമ്പനിയിലൊക്കെ വിളിച്ച് പറഞ്ഞായിരുന്നു. ഇനിയിപ്പം നമ്മളിവിടുന്ന് പണി കഴിഞ്ഞ് പോകേണ്ട താമസമേ ഉള്ളൂ. അപ്പം ഞാനും സൈഷളിനോട് ആ ടയറകത്ത് കയറ്റിയിട്ടിട്ട് അതിനകത്ത് ആ ക്ലിപ്പ് കറക്റ്റ് സെറ്റ് ചെയ്ത് തിരിച്ച് സെറ്റ് ചെയ്യണം ഗൈസ്. ഇതെല്ലാം ഒരു നാക്കാണ് ഗൈസ്. ഇതെല്ലാം അറിയാതെ ചെയ്ത് കഴിഞ്ഞാൽ പാടായിട്ട് തോന്നും. നമ്മളാ നാക്കിന് പടപടാ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വിഷയമില്ല. അപ്പോൾ ചെറുക്കൻ ടയറിടാൻ തുടങ്ങിയപ്പം ശരത്തളിയൻ തന്നെ അതെല്ലാം ഇപ്പം കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ശരത്തളിയൻ എല്ലാം ഒറ്റയ്ക്ക് ചെയ്യുകയാണ്. ശരത്തളിയൻ അതിൻ്റെ കറക്റ്റ് നാക്കറിയാം. ശരത്തളിയൻ ഒറ്റയ്ക്ക് ഇതെല്ലാം ചെയ്ത് എക്സ്പീരിയൻസ് ഉണ്ട് കേസ്. വർഷങ്ങളായിട്ട് ഓടുമല്ലേ. ഞാനും വർഷങ്ങളായിട്ട് ഓടുക, 2-3 വർഷമായി. എന്നിട്ട് നമ്മൾ ഇതുവരെ ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പഠിച്ചിട്ടില്ല കേസ്. എന്താ ചെയ്യുക, നമുക്ക് ആരെങ്കിലും ഹെൽപ്പിനൊക്കെ ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. ചെയ്യും, നമ്മളും സാഹചര്യങ്ങൾ വന്നാൽ ചെയ്തല്ലേ പറ്റൂ കേസ്. ശരത്തളിയൻ്റെ ചിരി കണ്ടോ, ടയർ കയറ്റിയിട്ട് ശരത്തളിയൻ എല്ലാം ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ചെറുക്കൻ നമുക്ക് ആ നട്ടെല്ലാം ഇട്ട് ഇപ്പം മെഷീൻ വെച്ച് അടിച്ച് ടൈറ്റ് ചെയ്ത് തരും. നമ്മളവൻ ടൈറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ആ ടയർ സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഈ ലിഫ്റ്റ് വീല് ലിഫ്റ്റ് വീലല്ല, നമ്മുടെ ലിഫ്റ്റ് വീലിൽ കിടന്ന പൊട്ടിയ ടയർ എടുത്ത് ഇതിനകത്തോട്ട് സെറ്റ് ചെയ്യണം. അതുകൂടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞു. ഇവിടുന്ന് നമുക്ക് പോവാം. പിന്നെ ഞാൻ സൈഷളിനെ കൊണ്ട് കഴുതിരുട്ടി ഇറക്കി വിട്ടിട്ട് നേരെ ഗോഡൗണിൽ പോകുന്നതായിരിക്കും. ചെറുക്കൻ നല്ല ആത്മാർത്ഥമായിട്ട് പണി ചെയ്യുന്നുണ്ട്. പക്ഷേ അവൻ നോക്കുമ്പോൾ ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ ആത്മാർത്ഥതയോടെ പണി ചെയ്യുന്നത്. അത് അങ്ങനെയാണ് കേസ്. നമ്മുടെ ഒരു കൂടെ ഉള്ളൊരു വണ്ടി, കമ്പനി വണ്ടിക്ക് ഒരു പ്രശ്നം വരുമ്പോൾ നമ്മളല്ലേ ഉള്ളൂ. പിന്നെ നമുക്ക് ആൾക്കാർക്കൊരു ബുദ്ധിമുട്ട് കാണത്തില്ല. നമ്മളൊരു സിംഗിൾ ഡ്രൈവർ ആണെങ്കിലും നമ്മുടെ കൂടെ ഓടുന്ന വണ്ടിക്കാർ നമ്മുടെ പുറകെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സഹായമായിരിക്കും. അവർ നമ്മുടെ വണ്ടി കിടക്കുന്നുണ്ട്, അവർ ഉറപ്പായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമ്മുടെ എല്ലാം കോൺടാക്ട് നമ്പർ അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ എന്തുണ്ടെങ്കിലും നമ്മളെ വിളിച്ച് എന്തോന്ന് ചോദിച്ച് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെല്ലാ ഹെൽപ്പും ചെയ്ത് പരസ്പര സഹകരണത്തോടാണ് ഗൈസ് നമ്മൾ വണ്ടി ഓടിക്കുന്നത്. അതുകൊണ്ട് നമുക്കൊരു വിഷയമില്ല. നമുക്കെല്ലാവരോടും സ്നേഹവും
സഹായം ചെയ്യാനുള്ള മനസ്സും മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും നമ്മൾ പറ്റുന്ന സഹായം ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ കണ്ടിട്ട് നമ്മൾ ഒരിക്കലും കാണാതെ പോകരുത്. അതിപ്പോൾ എൻ്റെ വണ്ടിയായാലും മറ്റൊരാളുടെ വണ്ടിയായാലും നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സഹായം ഇറങ്ങി നിന്ന് നമ്മൾ എന്തോന്ന് ചോദിച്ച് അത് ചെയ്തിട്ട് പോകുന്നതാണ് നല്ലൊരു ഡ്രൈവറിന് പറ്റിയ ഒരു ഇത്. അങ്ങനെ ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് തന്നെ അറിയാം. അങ്ങനെ ഇവിടെ കിടന്നൊരു ട്രാക്ടറാണ് ഗൈസ്, ഒരു കൊമ്പൊടിഞ്ഞു പോയ കാളയൊക്കെ ഇരിപ്പുണ്ട്. അങ്ങനെ നമ്മുടെ പണി ഏകദേശം കംപ്ലീറ്റ് ആയി. ശരത്തളിയനും സതീശളിയനും ഉണ്ടായതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു ഗൈസ്. അവരാണ് എന്നെയൊക്കെ കൂടുതൽ കഷ്ടപ്പെട്ടത്. അവരുടെ വണ്ടിയെ പോലെ തന്നെ നോക്കി അവരെല്ലാ കാര്യങ്ങളും അത് ചെയ്തായിരുന്നു. നമുക്കതിൽ ഒരുപാട് സന്തോഷവും കടപ്പാടും അവരോടുണ്ട്. അവർക്ക് എന്ത് സഹായം ഉണ്ടെങ്കിലും നമ്മൾ മുന്നിൽ നിൽക്കുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ നമ്മൾ പണിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അപ്പുറത്തൊരു MT വണ്ടി വന്ന് 9583 തോന്നുന്നു. ആ വണ്ടിയുടെ ഡ്രൈവറാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്, നമ്മുടെ വിശാഖളിയൻ. ഇതാണ് വിശാഖളിയൻ, വെള്ള ഷർട്ട് ഇട്ടേക്കുന്നത്, വൈറ്റ് ഷർട്ട് ഇട്ടേക്കുന്നതാണ് വിശാഖളിയൻ. വിശാഖളിയൻ നേരത്തെ വണ്ടി ഓടിയതാണ്, പിന്നെയും ഇടയ്ക്ക് ലീവ് പോയിട്ട് തിരിച്ച് വന്നതാണ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ടയറൊക്കെ മാറ്റി നേരെ തിരിച്ച് വന്നുകൊണ്ടിരുന്നപ്പോൾ ഗൈസ് സുരണ്ട റോഡ് അവിടെ വെച്ചിട്ട് ഭയങ്കര പുകയായിട്ടൊരു വണ്ടി ഇങ്ങനെ നിന്ന് കത്തുന്നത്. ഞങ്ങൾ വിചാരിച്ച് കൊതുക് മരുന്നടിക്കുകയാണ്. പിന്നെ വണ്ടി നിർത്തി ഇറങ്ങി നോക്കിയപ്പോഴാണ് മനസ്സിലായത് വണ്ടി എന്തോ പണിയായിട്ട് നിർത്തിയിട്ട് മെക്കാനിക്ക് വന്ന് പണിഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ഇത് റൈസായിട്ട് വണ്ടി ഫുൾ റൈസിൽ പുക വന്നുകൊണ്ടേയിരിക്കും. ആക്സിലേറ്റർ ഫുള്ള് റൈസായിക്കൊണ്ടേയിരിക്കും. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ശരത്തളിയിലും കിടപ്പുണ്ടായിരുന്നു. എല്ലാവരും പേടിച്ച് പോയി. ഞങ്ങളതൊക്കെ നിർത്തിയൊന്ന് വീഡിയോ എടുത്തിട്ട് എന്ത് സംഭവം എന്നൊക്കെ നോക്കിയിട്ട് വിഷയമൊന്നുമില്ല, റെഡിയായി. പിന്നെ നമ്മൾ നേരെ തിരിച്ച് വർക്ക്ഷോപ്പിലെത്തി. റോഡൊക്കെ ഇറക്കിയിട്ട് വർക്ക്ഷോപ്പിൽ വന്ന് നമ്മളെ വണ്ടിക്ക് ഗ്രീസ് അടിക്കാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിർത്തിയിട്ടേക്കാണ് ഗൈസ്. നമ്മളെ വണ്ടി ഗ്രീസ് അടിച്ചാൽ ഉടനെ ഇവിടുന്ന് അടുത്ത ലോഡ് എടുക്കാൻ വേണ്ടി പോകുന്നതായിരിക്കും. ഇതാണ് നമ്മുടെ വർക്ക്ഷോപ്പിലെ ഭായിമാരാണ് നമുക്കെല്ലാം ചെയ്തു തരുന്നത്. ഗ്രീസ് അടിക്കാനായാലും സർവീസ് ചെയ്ത് തരാനായാലും വണ്ടിയുടെ ബോഡി എന്തെങ്കിലും ക്ലീൻ ചെയ്യാനായാലും എന്ത് സംഭവം ഉണ്ടായാലും നമുക്കിവിടെ പകൽ വരണമെന്നേ ഉള്ളൂ. ഭായ് എല്ലാം ചെയ്യും. ഇതാണ് രമേഷ് ഭായാണ് ഇവിടുത്തെ ഗ്രീസിൻ്റെ പരിപാടി. ഇതൊക്കെയാണ് ഗൈസ് നമ്മുടെ വർക്ക്ഷോപ്പിലെ വിശേഷങ്ങൾ. കുറേ വണ്ടികളൂടെ കിടപ്പുണ്ട്, പറഞ്ഞ ഇടിച്ച് നശിച്ച് കിടക്കുന്നുണ്ടോ ഗൈസ്. വണ്ടിയുടെ അവസ്ഥ ഭാരത് ബെൻസ് 12 ഗൈസ്. ഒരു പയ്യൻ ആക്സിഡൻ്റ് ആയതാണ്. അപ്പോൾ നമ്മുടെ ഭായിമാർ ഇവിടെ നിന്ന് എല്ലാ വണ്ടിക്കും ടാർപ്പൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടിക്കും ടാർപ്പ് ഇട്ടിട്ട് നമ്മൾ ലോഡ് കയറ്റാൻ പോകുന്നതായിരിക്കും. ടാർപ്പ് ഇട്ടിട്ട് പോകുന്നതാണ് നല്ലത്. മഴയോടെ നമുക്ക് ലോഡ് കയറ്റാൻ പറ്റത്തില്ല. ഈ രമേശ് ഭയങ്കര വിഷയമാണ്. ഈ ചെറുക്കൻ നമ്മളെ ശല്യപ്പെടുത്തോണ്ടിരിക്കുക. കൊച്ചിറക്കാനായിട്ട് നമ്മളതിനെ വിട്ട് കളഞ്ഞേക്കുക, പോട്ട് ചീട് പോയി. ഇത് തൃശ്ശൂരിൽ നിന്ന് കൊണ്ടുവന്ന വണ്ടിയാണ്. നമ്മുടെ ഒരു ഷിജോ എന്ന് പറഞ്ഞ ഡ്രൈവർ ഒരു ആക്സിഡൻ്റ് ആയിട്ട് അവിടെ പണിക്ക് കൊണ്ടുവരുന്നതാണ്. അടിപൊളിയായിട്ട് പെയിൻറ്റിങ് ഒക്കെ ചെയ്ത് വൃത്തിയായിട്ടുണ്ട്. പാണ്ഡ്യൻ എന്ന് പറയുന്നൊരു അണ്ണനാണ്, തമിഴ് ഡ്രൈവറാണ് അത് ഓടുന്നത്. ചെറുക്കന്മാർ വണ്ടിയൊക്കെ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ചുറ്റിയിൽ വെച്ച് അടിക്കുന്നു. അങ്ങനെ വണ്ടിയിൽ ടാർപ്പൊക്കെ കെട്ടി നേരെ ഫാക്ടറിയിൽ വണ്ടി പാർക്കിങ്ങിൽ കൊണ്ടിട്ടിട്ട് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വന്ന്. പ്രശാന്ത്, സുഹിത്ത്, നിസാറ്, ഞങ്ങളെല്ലാ ഡ്രൈവർമാരും കൂടെ ഫുഡ് കഴിക്കാനിരിക്കുകയാണ് ഗൈസ്. അടിപൊളി ഫുഡാണ്. ഞങ്ങൾ മിക്കപ്പോഴും ഇവിടെ നിന്നാണ് കഴിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് നേരെ പാസ് മേടിച്ച് ലോഡ് കയറ്റി പുറത്ത് വന്നിട്ട് അടുത്ത വിശേഷങ്ങളായിട്ട് കാണാം. ഓക്കെ.